ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈലാഞ്ചി കിച്ചൺ. ഇന്ന് നമ്മൾ ഗുലാബ് ജാമുൻ്റെ റെസിപ്പിയാണ് കാണാൻ പോകുന്നത്. ഇത് ഇൻസ്റ്റൻറ്റ് ഗുലാബ് ജാമുൻ്റെ അതേ ടേസ്റ്റിൽ അതേ സ്ട്രക്ചറിൽ തന്നെ നമുക്ക് കിട്ടും. അത്രയ്ക്ക് സോഫ്റ്റായിട്ട് കിട്ടും. ഇത് ഗോതമ്പ് മാവ് യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ഇത് വളരെ സോഫ്റ്റാണ്, വളരെ ടേസ്റ്റിയുമാണ്. ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എത്ര സോഫ്റ്റാണെന്ന്. നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയാലേ ഇതിൻ്റെ സോഫ്റ്റ്നെസ് നല്ലപോലെ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. വളരെ ടേസ്റ്റിയും കൂടിയാണ്. ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കാണാം. അതിനു മുമ്പായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കാതെ അടുത്തുള്ള ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്ത് വെക്കുക. അപ്പോഴേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഉടനെ നിങ്ങൾക്ക് വരികയുള്ളൂ. ആദ്യം ഒരു ബൗളിലേക്ക് 1/4 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി പുളിക്കാത്തത് എടുക്കണം. അതിനോടൊപ്പം തന്നെ 2 ടേബിൾ സ്പൂൺ ഷുഗർ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇത് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ഷുഗറും ഈ തൈരും കൂടി നന്നായിട്ട് മെൽറ്റ് ആവണം. അത്രയും നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നിങ്ങളുടെ കയ്യിൽ വിസ്ക് ഇല്ല എന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി. ഇത് നന്നായിട്ട് മിക്സ് ആകണം. ഇതുപോലെ മിക്സ് ആക്കി എടുക്കണം. ഇപ്പോൾ ഇതിലേക്ക് 1 കപ്പ് പാൽ പൗഡർ ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം 1 കപ്പ് ഗോതമ്പ് മാവ് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്ത് ഇതൊരു സ്പൂൺ യൂസ് ചെയ്ത് ഇതുപോലെ കറക്കിയെടുക്കണം. ചെറുതായിട്ട് ഒത്തിരി ഇട്ടങ്ങ് ഇളക്കിയെടുക്കരുത്. നല്ല സ്മൂത്തായിട്ട് നമ്മളിത് കലക്കി യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ തൈര് മാവ് എല്ലാം പാൽ പൗഡർ എല്ലാം നല്ല മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് കൈകൊണ്ട് ഒന്ന് കുഴച്ചെടുക്കണം. ഇത് ചപ്പാത്തിക്ക് ഇട്ട് നല്ലപോലെ അമർത്തി കുഴയ്ക്കുന്ന പോലെ ഒന്നും കുഴയ്ക്കരുത്. ചെറുതായിട്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. ഇതിങ്ങനെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും. ആ ഒരു കൺസിസ്റ്റൻസിയാണ് കറക്റ്റായിട്ട് ഉള്ള കൺസിസ്റ്റൻസി. ഇത് കുറച്ച് നേരം വെച്ച് കഴിയുമ്പോൾ ഒന്ന് ടൈറ്റ് ആയിക്കോളും. ഇങ്ങനെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നത് കൊണ്ടൊന്നും പേടിക്കുകയൊന്നും വേണ്ട. ഇപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇതൊരു അടപ്പിട്ട് അടച്ച് ഒരു 15 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് മാറ്റി വെക്കാം. അടുത്തായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 കപ്പ് ഷുഗർ ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഈ ഷുഗർ എല്ലാം മെൽറ്റായി ഒരു 10 മിനിറ്റത്തേക്ക് നല്ലപോലെ തിളപ്പിക്കണം. ഇതിപ്പോൾ ഷുഗർ മെൽറ്റായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. 10 മിനിറ്റ് നേരത്തേക്ക് തിളയ്ക്കട്ടെ. ഇപ്പോൾ ഇതിലേക്ക് 1/2 ലെമൺ ജ്യൂസും കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് നമ്മൾ അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാം. ഇപ്പോൾ നമ്മുടെ മാവ് കുഴച്ച് വെച്ച് 10 മിനിറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, നമ്മൾ മുമ്പേ കുഴച്ച് വെച്ചതിനേക്കാളും കുറച്ച് തിക്നെസ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് നെയ്യോ എണ്ണയോ എന്തെങ്കിലും തടവി കൊടുത്തിട്ട് ഈ മാവിൽ നിന്ന് ചെറിയ ഒരു നെല്ലിക്കയുടെ അത്രയും വലിപ്പത്തിലുള്ള മാവേ എടുക്കാവൂ. ഒരുപാട് വലുതാകരുത്. എടുത്തിട്ട് നമ്മുടെ ഉള്ളം കയ്യിൽ വെച്ച് നല്ലപോലെ ഒരു ക്രാക്ക് ഒന്നും ഇല്ലാത്ത പോലെ നല്ലപോലെ ഇതുപോലെ അമുക്കി കൊടുത്ത് പ്രസ് ചെയ്ത് നമ്മൾ ഉരുട്ടിയെടുക്കണം. ഇതുപോലെ ഒരു ക്രാക്ക് ഒന്നും ഇല്ലാതെ കണ്ടോ, ഇതേ രീതിയിൽ നമ്മൾ ഉരുട്ടിയെടുക്കണം. ഇതിപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇതേപോലെ ബാക്കിയുള്ള മാവെല്ലാം നമുക്ക് ഉരുട്ടിയെടുത്ത് വെക്കാം. ഇപ്പോൾ എല്ലാ മാവും ഇവിടെ ഉരുണ്ട പിടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്യുമ്പോൾ അടുപ്പ് സിമ്മിൽ വെച്ച് വേണം ചെയ്യാനായിട്ട്. അതേപോലെ നമ്മൾ ഈ ഉരുണ്ടകൾ ഓരോന്ന് ഇട്ട് കഴിയുമ്പോൾ തൊട്ട് ഇങ്ങനെ ഒരു തവി കൊണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഒരു സൈഡ് ബ്രൗൺ ആകും, ഒരു സൈഡ് ബ്രൗൺ ആകാതിരിക്കും. ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്ന് എല്ലാ സൈഡും ഈവനായിട്ട് ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇത് എണ്ണയിൽ നിന്ന് എടുക്കാം.
നമ്മളിത് ഫ്രൈ ചെയ്ത് എടുത്ത ഉടനെ തന്നെ ഷുഗർ സിറപ്പിലിടണം. നമ്മളിത് ഫ്രൈ ചെയ്ത ഉരുണ്ടകൾ ഷുഗർ സിറപ്പിലിടുമ്പോൾ ഈ സിറപ്പിനും നല്ല ചൂടുണ്ടായിരിക്കണം. ഇപ്പോൾ എല്ലാ ഉരുണ്ടകളും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്ത് ഞാനിവിടെ ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരടപ്പ് വെച്ച് അടച്ചു കൊടുക്കാം. ഇത് ഒരു 3 മണിക്കൂർ മുതൽ 4 മണിക്കൂർ വരെ നമ്മളിത് ഇങ്ങനെ തന്നെ വെയിറ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ 4 മണിക്കൂർ ആയിട്ടുണ്ട്. നമ്മൾ ഗുലാബ് ജാമുൻ ഷുഗർ സിറപ്പിൽ ഇട്ട് വെച്ചിട്ട് നമുക്കിപ്പോൾ ഇത് തുറന്ന് നോക്കാം. നമ്മൾ ഇട്ട് വെച്ചിരുന്ന ആ സൈസിനേക്കാളും വലിയ സൈസ് ആയിട്ടുണ്ട്. നല്ല പോലെ ഇത് ഷുഗർ സിറപ്പിൽ കിടന്ന് ജ്യൂസി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഗോതമ്പ് പൊടി യൂസ് ചെയ്തതുകൊണ്ട് വളരെ ഹെൽത്തിയുമാണ്, വളരെ സോഫ്റ്റുമാണ്. നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റിൽ അറിയിക്കണം. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.